കാണിക്കുന്ന ഒരു കൊട്ടേഷനാണ്, ഒരു കോട്ടാണ്. ഐ സേ ടു യു ടുഡേ മൈ ഫ്രണ്ട്, സോ ഈവൻ ദോ വി ഫേസ് ഡിഫിക്കൽട്ടീസ് ഓഫ് ടുഡേ ഓർ ടുമാറോ ഐ സ്റ്റിൽ ഹാവ് എ ഡ്രീം. അതായത് നിരവധി കയറ്റിറക്കങ്ങൾ അല്ലെങ്കിൽ ഉയർച്ച താഴ്ചകളൊക്കെ കാണുന്ന ഒരു ജീവിതമാണ് നമ്മുടെ. നീറ്റിലെ പോളയ്ക്ക് തുല്യമാം ജീവനെ ഓറ്റുവാൻ എത്ര ദുഃഖിക്കുന്നു മനുഷ്യർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു വേദനകൾക്കിടയിലും ഉയർച്ച താഴ്ചകൾക്കിടയിലും നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ തീവ്രമായ ഒരു അഭിനിവേശം, ആഗ്രഹം, സ്വപ്നം അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മീറ്റിംഗ് നിങ്ങൾക്കുള്ളതാണ്. സോ ലെറ്റ്സ് കണ്ടിന്യൂ. ലോകത്ത് നേരത്തെ പറഞ്ഞുള്ള ക്ലാഷ് ഫ്ലോയുടെ അടിസ്ഥാനത്തിൽ പോലും മറ്റൊരു കാറ്റഗറൈസേഷനാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ ലോകത്തെ ആൾക്കാരെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. അതിൽ ആദ്യത്തെ ഒരു കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് സോൺ ആണ്. 97% ആൾക്കാരാണ് ആ ഒരു ഗണത്തിൽ വരുന്നത്. രണ്ടാമത്തെ കാറ്റഗറൈസേഷൻ ന്യൂട്രൽ സോൺ ആണ്. 2.9% ആണ് ആ ഗണത്തിൽ വരുന്നത്. നമ്മൾ ഈ ക്യാഷ് ഫ്ലോയെ സംബന്ധിക്കുന്ന ഒരു വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് ആദ്യം എംപ്ലോയീസും സെൽഫ് എംപ്ലോയീസിനെയും കുറിച്ച് സംസാരിച്ചു. അവർ ഈ രണ്ട് കാറ്റഗറിയിലാണ് വരുന്നത്. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒന്നാമത്തെ നെഗറ്റീവ് സോൺ, അവരുടെ എക്സ്പെൻസ് വളരെ കൂടുതലാണ് ഇൻകവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ന്യൂട്രൽ സോണിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് എക്സ്പെൻസ് ഇൻകവും ഏകദേശം തുല്യമാണ് എന്ന് പറയേണ്ടി വരും. എന്നാൽ വളരെ ചുരുക്കം ചില ആൾക്കാർ പോസിറ്റീവ് സോണിലാണുള്ളത്. അവരെത്ര ശ്രമിച്ചിട്ടും അവരുടെ ഇൻകം അവർക്ക് സ്പെൻഡ് ചെയ്ത് തീർക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഫ്ലോ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, ക്യാഷ് ഫ്ലോ ഇങ്ങനെ അവരെ ആ ഒരു ഇൻകം സ്റ്റോപ്പ് ആവുന്നില്ല എന്നുള്ളതാണ്. ഇത്തരം ആൾക്കാർ എങ്ങനെ ജനിക്കുന്നു? സോ മേ ബി ദേ ആർ ബോൺ വിത്ത് സിൽവർ സ്പൂൺ ഇൻ മൗത്ത് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അങ്ങനെയല്ല. പലപ്പോഴും ഇതൊരു പാരഡൈം ഷിഫ്റ്റ് ആണ്. ഈ പറയുന്ന നെഗറ്റീവ് സോണിൽ നിന്നോ ന്യൂട്രൽ സോണിൽ നിന്നോ അങ്ങോട്ടുള്ള ഒരു യാത്രയാണ് നമ്മളുടെ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഒക്കെ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ. സോ അങ്ങനെയാണ് അവരുടെ പ്രത്യേകത. ഇതാണ്, അവർക്ക് ഡെയിലി ഇൻകം ഉണ്ടാവും, മന്ത്ലി ഇൻകം ഉണ്ടാവും, ഇൻകം ഫോർ ദ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഭാവിയിലേക്കുള്ള ഒരു ഇൻകം അവർക്ക് ഉണ്ടാകുമെന്നുള്ളത്. ഇവിടെ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ലാക്ക് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ കോളേജ് എഡ്യൂക്കേഷൻ കാലഘട്ടമാണ്. അവിടെ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഒരു കാരണവശാലും കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾക്ക് കറൻസി എന്താണ്, കറൻസിയുടെ എവല്യൂഷൻ എന്താണെന്ന് പഠിക്കേണ്ടി വരും. കറൻസി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഒരു 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 ആലോചനയിൽ നിന്നാണ്. ബാർട്ടർ സമ്പ്രദായത്തിൽ വന്നിട്ടുള്ള ഒരു പോരായ്മകളിൽ നിന്നാണ് കറൻസി എന്ന് പറഞ്ഞ ഒരു മീഡിയത്തിലേക്ക് വരുന്നത്. ആ മീഡിയം എന്ന് പറഞ്ഞാൽ ആദ്യം യൂസ് ചെയ്ത മെറ്റൽ കറൻസി ആയിരുന്നു, പിന്നീട് പേപ്പർ കറൻസി, പ്ലാസ്റ്റിക് കറൻസി, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, ദെൻ ഈ അടുത്ത കാലത്തായിട്ട് ഒരു ഡിജിറ്റൽ കറൻസി ട്രാൻസാക്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മെറ്റൽ കറൻസി മുതൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ വരെ കറൻസിക്ക് ഒരു രൂപമുണ്ട് എന്നുള്ളതാണ്. എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എന്തായാലും ബാങ്കിൽ ചെന്നിട്ട് എനിക്ക് കറൻസി വേണം, എനിക്ക് അല്ലെങ്കിൽ ചന്തയിൽ പോയി മീൻ വാങ്ങണം എന്ന് പറയുമ്പോൾ എനിക്ക് എന്തായാലും കറൻസി അവിടെ കൊടുത്തേ പറ്റും. ഇപ്പൊ കറൻസി വേണം. പക്ഷേ ഡിജിറ്റൽ കറൻസി ട്രാൻസാക്ഷന് പ്രത്യേകിച്ച് രൂപമില്ലാത്തൊരു അവസ്ഥയാണ്. കറൻസിക്ക് രൂപമില്ല, എന്നാൽ കറൻസി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോ അതിന് ഉദാഹരണമാണ് ഇലക്ട്രിസിറ്റി. അത് എങ്ങനെ ഇല്ല ശരിക്കും പറഞ്ഞാൽ, പക്ഷെ ഒരു കണ്ടക്ടറിലൂടെ കടന്നു പോകുന്നു. ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണ് അവിടെ. നമുക്കത് അറിയണമെന്നുണ്ടെങ്കിൽ ടച്ച് ചെയ്യണം, ടച്ച് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യണം, അപ്പൊ പിന്നെ കറണ്ട് അടിക്കും. ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെയെങ്കിൽ ഡിജിറ്റൽ അസറ്റുകളെ കുറിച്ച് സംസാരിക്കേണ്ടി വരും. ഡിജിറ്റൽ അസറ്റുകൾ എന്തുമാകാം, ഇൻടാഞ്ചിബിൾ ആണ്, കാണാൻ കഴിയാത്തതാണ്, എക്സിസ്റ്റ് ചെയ്യുന്നത് ഡിജിറ്റലി ആണ്. അപ്പോൾ അത് എന്തുമാകാം എന്നുള്ളതാണ്. അതൊരു സ്പ്രെഡ്ഷീറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു പിക്ചർ ആവാം, അല്ലെങ്കിൽ ഒരു വോയിസ് നോട്ട് ആവാം, അല്ലെങ്കിൽ ഒരു മൂവി ആവാം, അല്ലെങ്കിൽ ഒരു കറൻസി ആവാം, എന്തുമാകാം. അപ്പൊ ഡിജിറ്റൽ അസറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ്. എൻ്റെ ഈ പ്രസന്റേഷൻ ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചുള്ളതാണ്. നിങ്ങളെന്ന് പറയുമ്പോൾ പുതിയ ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ഈ ഒരു പ്രസന്റേഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലൊന്ന് പുതിയ ആൾക്കാരാണ്, ഈ ഒരു ഇൻഡസ്ട്രി പരിചയമില്ലാത്ത ഒരാൾക്കാരാണ്. രണ്ട്, ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. രണ്ടുപേർക്കും പ്രയോജനകരമാകും ഒരു പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഈ ഒരു പ്രസന്റേഷൻ അറ്റൻഡ് ചെയ്താൽ. ഈ പ്രസന്റേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടി. തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു പ്രസന്റേഷനിൽ ഏറ്റവും പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള ആ ഒരു പ്രസന്റേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ലൈഡ് നിങ്ങൾ വളരെ സാഗൂതം നിങ്ങൾ വാച്ച് ചെയ്യണമെന്ന് പ്രത്യേകമായി പറയുകയാണ്. ഡിജിറ്റൽ അസറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്റ്റേക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. സ്റ്റേക്കിംഗ് എന്ന് പറഞ്ഞ ഒരു പുതിയൊരു വാക്ക് നമ്മൾ പരിചയപ്പെടുകയാണ്. സ്റ്റേക്കിംഗ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മൾ സ്വന്തമാക്കിയിരിക്കുന്ന ഡിജിറ്റൽ അസറ്റ്. ആ ഡിജിറ്റൽ അസറ്റ് ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിനോ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനോ അല്ലെങ്കിൽ ഒരു എക്കോ സിസ്റ്റത്തിനോ നമുക്ക് സ്റ്റേക്ക് ചെയ്യാനായിട്ട് കൊടുക്കാം ഫോർ എ സെറ്റ് ഓഫ് പീരീഡ് ഓഫ് ടൈം. അപ്പോൾ മേ ബി 6 മാസം അല്ലെങ്കിൽ 1 വർഷം. അപ്പൊ ആ സമയത്തിൽ ആ 6 മാസവും നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്ത് തരുന്നു, അല്ലെങ്കിൽ ഇൻകം പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കമ്മീഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോണസോ മറ്റോ തരുന്നു. എന്നാൽ എൻഡ് ഓഫ് ദി സ്റ്റേക്കിംഗ് പീരീഡ് മേ ബി 6 മാസം അല്ലെങ്കിൽ 1 വർഷം അല്ലെങ്കിൽ 3 മാസം, അത് കഴിയുമ്പോൾ നമ്മളുടെ ഈ അസറ്റ് നമുക്ക് തിരികെയും ലഭിക്കുന്നു. ഇതാണ് സ്റ്റേക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റേക്കിംഗ് ഇന്ന് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു നാമം അല്ലെങ്കിൽ ഒരു പേര് അല്ലെങ്കിൽ ഒരു സംഗതിയാണ്. അവിടെ ഈ സ്റ്റേക്കിങ്ങിനെ സംബന്ധിച്ചായിരിക്കും നമ്മളുടെ ഇന്നത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഒരു കാതലായ സംഗതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റേക്കിംഗ് ഓഫ് കറൻസി നമുക്കൊന്ന് നോക്കാം. അപ്പൊ കറൻസികളെ സ്റ്റേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കണം. ഒന്ന്, ക്രിപ്റ്റോ കറൻസി എന്താണ്, ക്രിപ്റ്റോ ടോക്കൺ എന്താണ്,
ക്രിപ്റ്റോ കോയിൻ എന്താണ്? ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഡിജിറ്റലി എക്സിസ്റ്റ് ചെയ്യുന്ന കറൻസിയാണ് ക്രിപ്റ്റോ കറൻസി. എന്നാൽ ഫിസിക്കലി നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന കറൻസി ഉണ്ട്, നമ്മുടെ ഇന്ത്യൻ രൂപ, അതിനെല്ലാം ഫിയാറ്റ് കറൻസി എന്നാണ് പറയുന്നത്. ഡിജിറ്റൽ കറൻസിയെ ക്രിപ്റ്റോ കറൻസി എന്നും അറിയപ്പെടും. അപ്പൊ അതിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒരു കറൻസി വാല്യൂ ലഭിക്കുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥ, അതിനെ ടോക്കൺ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇത് എവിടെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ബ്ലോക്ക് ചെയിനിലാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ ബ്ലോക്ക് ചെയിനിൽ എക്സിസ്റ്റ് ചെയ്യുന്നു, പക്ഷെ അത് ലിസ്റ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു വാല്യൂ ഇല്ല. അതിനെയാണ് പിന്നെ ഈ ടോക്കൺ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഒരു കോയിൻ എന്താണ്? കോയിൻ എന്ന് പറയുന്നത് ഒരു പബ്ലിക് എക്സ്ചേഞ്ചിൽ വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു പബ്ലിക് എക്സ്ചേഞ്ചിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് കോയിൻ എന്ന് വിളിക്കാം. സോ ബിറ്റ് കോയിൻ ഒരു കോയിനാണ്, എത്തേറിയം ഒരു കോയിനാണ്, ഡോഗി എന്ന് പറയുന്ന ഒരു കോയിനാണ്, അല്ലെങ്കിൽ എഡ എന്ന് പറയുന്ന ഒരു കോയിനാണ്, XRP എന്ന് പറയുന്ന ഒരു കോയിനാണ്, ട്രോൺ എന്ന് പറയുന്ന ഒരു കോയിനാണ്. സോ ഇതാണ് പോപ്പുലർ ആയിട്ടുള്ള കോയിനുകൾ എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കോയിൻ എവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു? ആ എക്സിസ്റ്റ് ചെയ്യുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പബ്ലിക് എക്സ്ചേഞ്ചിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ സാധാരണ ഫിസിക്കൽ കറൻസി ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടെയാണ്? ഇപ്പൊ ഞാനിവിടെ ദുബായിലാണുള്ളത്. അപ്പൊ എനിക്ക് ഇന്ത്യയിലേക്ക് പൈസ അയക്കണം, ഒരു എക്സ്ചേഞ്ചിനെ സമീപിക്കുന്നു, ഞാനിവിടെ കറൻസി കൊടുക്കുന്നു, അതായത് ദിറംസ് കൊടുക്കുമ്പോൾ അവർ ഇന്ത്യൻ കറൻസി തരുന്നു. ആ ഇന്ത്യൻ കറൻസി എൻ്റെ നാട്ടിലേക്ക് വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു, നാട്ടിലെ ബാങ്ക് അക്കൗണ്ടിൽ തരുന്നു. അതുപോലെ തന്നെ ഡിജിറ്റലി നമുക്ക് ഇങ്ങനെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ സ്ഥലമാണ് ഡിജിറ്റൽ എക്സ്ചേഞ്ച്. സോ ഇവിടെ പരിചയപ്പെടുന്ന ഒരു ഡിജിറ്റൽ എക്സ്ചേഞ്ച് ബിറ്റ് മാർട്ട് എന്ന് പറഞ്ഞ ഡിജിറ്റൽ എക്സ്ചേഞ്ച്. ധാരാളം ഡിജിറ്റൽ എക്സ്ചേഞ്ചുകളുണ്ട്. ബൈനാൻസ്, ബിറ്റ് മാർട്ട്, അല്ലെങ്കിൽ MEXC ഗ്ലോബൽ, എൽ ബാങ്ക്, നിരവധിയുണ്ട്. അതിനകത്ത് ബിറ്റ് മാർട്ട് എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ എക്സ്ചേഞ്ചിനെയും കൂടി നമ്മൾ ഈ ഒരു ഇത്തരുണത്തിൽ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ബിറ്റ് മാർട്ടിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കറൻസിയും കൂടെ പരിചയപ്പെടുത്തുന്നു. അതിന്റെ പേര് TTT എന്നാണ്. ട്രേഡ് ട്രാൻസാക്ട് ത്രൈവ് എന്നാണ് TTT. ഓൾറെഡി ലിസ്റ്റഡ് ആണ്, ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നു, അങ്ങനെ വളരെ ശക്തിയായിട്ട് മുന്നോട്ട് പോകുന്നു. അത് പ്രദാനം ചെയ്യുന്ന കമ്പനിയുടെ പേരാണ് ടൈറ്റൻ ക്യാപിറ്റൽ മാർക്കറ്റ്സ് എന്ന് പറയുന്ന എക്കോ സിസ്റ്റം ഓൺ ചെയ്യുന്ന കമ്പനിയുടെ പേര് ടൈറ്റൻ ക്യാപിറ്റൽ മാർക്കറ്റ്സ് എന്നാണ്. ബിറ്റ് മാർട്ടിൽ ജനുവരി 9-ാം തീയതിയാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിന്റെ ടോക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു യൂട്ടിലിറ്റി കോയിൻ ആണ്. ഓക്കെ, ഇതൊരു പ്രൊജക്ട് ഓറിയന്റഡ് കോയിൻ ആണ്. കൃത്യമായിട്ടുള്ള വൈറ്റ് പേപ്പർ ഉള്ള ഒരു കോയിനാണ്. അത് വളരെ ലിമിറ്റഡ് സപ്ലൈ ഉള്ള ഒരു കോയിൻ എന്ന് പറഞ്ഞാൽ 360 മില്യൺ മാത്രമേ ഉള്ളൂ, അല്ലെ 36, ഏകദേശം ഒരു 36 കോടി മാത്രമേ ഉള്ളൂ ഇതിന്റെ സപ്ലൈ എന്ന് പറയുന്നത്. ബൈനാൻസിന്റെ സ്മാർട്ട് ചെയിലാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതിന്റെ ടോക്കണോമിക്സ് ആണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള എക്കോ സിസ്റ്റം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ തന്നെ പാർട്ട്നേഴ്സ് പ്രോഗ്രാം ഉണ്ട്, സ്റ്റേക്കിംഗ് പ്രോഗ്രാം ഉണ്ട്. വരാൻ പോകുന്ന സമയങ്ങളിൽ ഇ കൊമേഴ്സ്, സോഷ്യൽ ട്രേഡിംഗ്, ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ യൂട്ടിലിറ്റിയുടെ ഭാഗമായിട്ട് ഒരു കാർഡ്, ത്രൈവ് കാർഡ് എന്നാണ് അതിന്റെ പേര്, ഒരു മാസ്റ്റർ കാർഡ്. അത്തരത്തിൽ നമ്മളൊരു ഡിജിറ്റൽ അസറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി ഇത് ഉപയോഗിക്കണമല്ലോ. അത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് ആയിട്ട് കയ്യിൽ വരണം. അപ്പോൾ ATM വിഡ്രോ ചെയ്യാനും ഓൺലൈൻ പർച്ചേസ് ഒക്കെ ചെയ്യാനും ഒക്കെ ആയിട്ട് ഇതിനൊരു കാർഡ് അവൈലബിൾ ആണ്. ഇറ്റ് ഈസ് എ മാസ്റ്റർ കാർഡ്. അത് ലോഞ്ച് ചെയ്യുന്ന ദിവസം 18 ഓഗസ്റ്റ് 2024 നമ്മൾ വെയിറ്റ് ചെയ്യാം. നമ്മൾ എങ്ങനെയാണ് ഒരു സ്റ്റേക്കിംഗ് കോൺട്രാക്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് ഫിയാറ്റ് കറൻസിയാണ്. വെദർ ഇറ്റ് ഈസ് ഇന്ത്യൻ കറൻസി, അതല്ലെങ്കിൽ UAE ദിറംസ് ആണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ഒരാൾ സൗദി അറേബ്യയിലുള്ള ഒരാളാണെങ്കിൽ അവിടുത്തെ കറൻസി ആയിരിക്കും ഉപയോഗിക്കുന്നത്. അതിനെല്ലാം കൂടെ ചേർത്ത് ഫിയാറ്റ് കറൻസി എന്നറിയപ്പെടും. നമ്മൾ ഈ ഫിയാറ്റ് കറൻസി കൊടുത്തിട്ട് ഡിജിറ്റൽ കറൻസി ആയിട്ട് ഇതിനെ ആദ്യം കൺവേർട്ട് ചെയ്യണം. US ഡോളറാണ് പൊതുവെ നമുക്കറിയാം, ലോകം മുഴുവൻ ട്രേഡിനൊക്കെ ഉപയോഗിക്കുന്നത് US ഡോളറാണ്. അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ കറൻസി ഉണ്ട്, അതിന്റെ പേര് US ഡോളർ ടെതർ എന്നാണ്, USDT എന്നറിയപ്പെടും. അത് വാങ്ങുക എന്നുള്ളതാണ്. അത് വാങ്ങാൻ കിട്ടും, നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ അതിനുവേണ്ടി സഹായിക്കും. അത് കൊടുത്തിട്ട് നമ്മൾ ബിറ്റ് മാർട്ടിൽ നിന്നും TTT വാങ്ങണം. ഇതിനെല്ലാം നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ സഹായിക്കുന്നതാണ്. എന്നിട്ട് ഈ TTT എന്ന് പറയുന്ന അസറ്റ് ആയിരിക്കും നമ്മൾ സ്റ്റേക്ക് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും? അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ ഒരു കൺട്രോൾ വെച്ചിട്ടുണ്ട്. അതായത് നമ്മളൊരു പ്രസ്റ്റീജിയസ് മെമ്പർഷിപ്പ് സബ്സ്ക്രൈബ് ചെയ്യണം. അതിനെ റോബോട്ടിക് ലൈസൻസ് എന്ന് നമ്മൾ വിളിക്കും. 5 ടൈപ്പിലുണ്ട്. $100, $300, 1000, 3000, 5000, അങ്ങനെ 5 ടൈപ്പിലുണ്ട്. വ്യത്യാസം എന്ന് പറയുന്നത് ഇതിന്റെ കപ്പാസിറ്റിയിലുള്ള വ്യത്യാസമാണ് ഇതിന്റെ ആ ഒരു വ്യത്യസ്തതയായിട്ട് കാണിക്കുന്നത്. ഇപ്പോൾ ഒരു മിനിമം ആൻഡ് മാക്സിമം ട്രേഡിംഗ് ലിമിറ്റ് പറയുന്നുണ്ട്. ഇപ്പോൾ 100-ലാണെങ്കിൽ മിനിമം നമുക്ക് $100, മാക്സിമം 500 വരെ പറ്റുള്ളൂ. 300-ന്റെ ലൈസൻസ് എടുക്കുന്ന ഒരാൾക്ക് മിനിമം 100 നമുക്ക് പറ്റും, എന്നാൽ മാക്സിമം 3000 വരെയാണ് പറ്റുക. 1000-ൽ മാക്സിമം 15000 വരെയും, 3000-ൽ മാക്സിമം നമുക്ക് 60000 വരെയും, ലാസ്റ്റ് വൺ 5000 ആണ്. അതിൽ 1,25,000 വരെയാണ് നമുക്ക് മാക്സിമം കപ്പാസിറ്റി. ഇനി നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്താൽ മതിയാകും. ഓക്കെ, സോ അങ്ങനെ നമ്മൾ മെമ്പർഷിപ്പ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെമ്പർഷിപ്പ് ഫീസ് അല്ല സ്റ്റേക്കിങ്ങിന് വേണ്ടി പോകുന്നത്. സ്റ്റേക്കിങ്ങിന് വേണ്ടി നമ്മൾ അഡീഷണൽ ആയിട്ട് എമൗണ്ട് അടയ്ക്കേണ്ടി വരും. ഈ എമൗണ്ട് നമുക്ക് തിരികെ തരുന്നുണ്ട്, ലോങ് ടൈം ബേസിസിലാണ്. ഇപ്പൊ 300 ആണെങ്കിൽ ഏകദേശം 1000-ൽ പരം ദിവസങ്ങൾ കൊണ്ട് ഡെയിലി നിശ്ചിതമായിട്ടുള്ള ശതമാനം വെച്ചിട്ട് തിരികെ ലഭിക്കും.
1000-ത്തിനകത്താണെങ്കിൽ $1 പെർ ഡേ, അങ്ങനെ 1000 ദിവസങ്ങൾ കൊണ്ട്. 3000-ന്റെ കാര്യത്തിൽ 500 പെർ ദിവസങ്ങൾ കൊണ്ട് $4.5 പെർ ഡേ എന്നുള്ള നിരക്കിൽ, 5000-ത്തിനകത്ത് $10 പെർ എന്നുള്ള നിരക്കിൽ 500 ദിവസങ്ങൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഏരിയ കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റേക്കിങ്ങിന്റെ ആ ഒരു മന്ത്ലി റിബേറ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. സോ ഇവിടെ ഒരു ഹെഡിങ് കൊടുത്തിരിക്കുന്നത് ഹൗ ടു ഫിക്സ് യുവർ മന്ത്ലി റിട്ടേൺ. എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മന്ത്ലി റിട്ടേൺ ഫിക്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, നമുക്ക് തന്നെ ചെയ്യാം. ഡിപ്പെൻഡിങ് അപ്പോൺ നമ്മളുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് സൈസ് പ്ലസ് എത്ര പീരീഡിലേക്കാണ് നിങ്ങൾക്ക് സ്റ്റേക്ക് ചെയ്യേണ്ടത് എന്നീ 2 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് പെർസെൻറ്റേജ് നമുക്ക് തന്നെ ഫിക്സ് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ ആദ്യമായിട്ട് ഞാൻ 4 കാര്യങ്ങളാണ്, ഇവിടെ 4 ഓപ്ഷനുകളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ 90 ഡേയ്സ് ആണ്. മിനിമം സ്റ്റേക്കിംഗ് എമൗണ്ട് 100 ആണ്. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് മന്ത്ലി 7 to 9% ആണ് നമ്മളുടെ സ്റ്റേക്കിംഗ് റിബേറ്റ് എന്ന് പറയുന്നത്. ഇനി 180 ഡേയ്സിന്റെ അടുത്തൊരു കോൺട്രാക്ട് ആണ്, സ്റ്റേക്കിംഗ് കോൺട്രാക്ട് ആണ്. $1500 മിനിമം ഉണ്ടെങ്കിൽ മാത്രമാണ് അതിലേക്ക് നമുക്ക് കയറാൻ കഴിയുക. റിബേറ്റ് 10 മുതൽ 12% വരെയാണ്. മൂന്നാമത്തെ 270 ഡേയ്സ് ആണ്. $3000 അറ്റ് എ ടൈമിൽ നമുക്ക് സ്റ്റേക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ അതിലേക്ക് കയറാൻ പറ്റുകയുള്ളൂ. 13 to 15% ആണ്. ആൻഡ് ഫോർത്ത് വൺ, ലാസ്റ്റ് വൺ, 1 ഇയർ അല്ലെങ്കിൽ 360 ഡേയ്സ് ആണ്. 5000 ആണ് മിനിമം ഡോളർ. സോ 16 മുതൽ 18% വരെ. ഇൻ ഷോർട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 7 മുതൽ 18% വരെ 4 ഓപ്ഷനുകളിലൂടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇങ്ങനെ നമ്മൾ സ്റ്റേക്കിങ്ങിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഹൗ ടു അലോക്കേറ്റ് ദ പ്രോഫിറ്റ്, എങ്ങനെയാണ് പ്രോഫിറ്റ് അലോക്കേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡോളറിലാണ്. ഓക്കെ, പക്ഷെ അലോക്കേറ്റ് ചെയ്യുന്നത് മുഴുവനായിട്ടും, അതായത് ക്യാപിറ്റൽ അലോക്കേഷനും പ്രോഫിറ്റ് അലോക്കേഷനും ചെയ്യുന്നത് TTT എന്ന് പറയുന്ന കോയിനിലാണ്. ഓക്കെ, അപ്പൊ കോയിൻ നമുക്ക് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റും. എവിടെ? എക്സ്ചേഞ്ചിൽ ലിക്വിഡേറ്റ് ചെയ്യാം, പൈസയാക്കി മാറ്റാൻ പറ്റും. അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരുന്നു. നിങ്ങൾ $500 ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ഒരു ഉദാഹരണം എടുക്കും. അതിന് വന്നിരിക്കുന്ന പ്ലാൻ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ 7 to 9% ആണ്. അപ്പൊ ഞാൻ എൻ്റെ മധ്യയുള്ള 8% എന്ന് പറയുന്ന ഒരു പെർസെൻറ്റേജ് ഞാൻ എടുക്കുകയാണ്. അങ്ങനെയുണ്ടെങ്കിൽ ഒരു മാസം $500 8% നിരക്കിൽ $40 ആയിരിക്കും ഏകദേശം മന്ത്ലി ഇൻകം. ഓക്കെ, അതിനെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ഉള്ളത് നമുക്ക് കിട്ടും. പക്ഷെ ഈ കണക്കല്ല ശരിക്കും പറഞ്ഞാൽ, ഡെയിലി പെർസെൻറ്റേജ് അനുസരിച്ചാണ് ഇത് ശരിക്കും, ഏകദേശമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുണ്ടെങ്കിൽ 40-നെ 30 ഡിവൈഡ് ചെയ്യുമ്പോൾ $1.33 എന്ന് ആൻസർ കിട്ടുന്നു. ഡോളർ അല്ല നമുക്ക് അലോക്കേറ്റ് ചെയ്യുന്നത്, TTT ആയിട്ടാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ അലോക്കേറ്റ് ചെയ്യും? സോ ഇന്നത്തെ TTTയുടെ റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവറി ഡേ ഇത് മാറിക്കൊണ്ടിരിക്കും, എവറി മൊമെന്റിൽ മാറും. എങ്കിലും നമ്മളത് കമ്പനി അലോക്കേറ്റ് ചെയ്യുമ്പോൾ ആ സമയത്ത് എത്രയുണ്ടെന്ന് നോക്കും. ഇവിടെ ആ സമയത്ത് ഞാൻ ആവറേജ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 5 സെന്റ് ആണ്. ഓക്കെ, അത് എത്ര ഡോളറാണ്? $0.05 ആണ് 5 സെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1.33 എന്ന് പറയുന്ന സംഖ്യയെ 0.05 0.05 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു അത്രയുമാണ് നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്യുന്ന TTT. അപ്പോൾ 1.33 ഡിവൈഡഡ് ബൈ 0.05 ഈക്വൽ ടു 26.60. അത്രയും TTT ആണ് നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്യുന്നത്. ഒരു പക്ഷേ ഈ പ്രൈസ് അങ്ങ് താഴ്ന്നു പോയെന്ന് വിചാരിക്കും. ഈ 0.05 എന്നുള്ള 5 സെന്റ് ആണ്, 2.5 സെന്റ് ആയെന്ന് വിചാരിക്കും. ഞാൻ കൃത്യമായി പറയുന്നു, ഇത് നിങ്ങൾക്ക് 26-നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടുന്നു അത്രയും കിട്ടും, 26.60. 53.20 എന്ന് പറയുന്നത് അത്രയും TTT. ഇനി ഇത് TTTയുടെ പ്രൈസ് കൂടുകയാണെന്ന് വിചാരിക്കും. കൂടുതൽ 5-ന്റെ സ്ഥാനത്ത് 10 സെന്റ് ആയി. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് 26.60 കിട്ടുന്നത് നേരെ പകുതി കിട്ടുള്ളൂ. അപ്പോൾ ആ പ്രൈസ് മാറുന്ന, ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ലാഭവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് ഇപ്പോൾ അറിയുകയാണ്. സോ ലെറ്റ്സ് മൂവ് ഫോർവേഡ്. ഇവിടെ നമ്മളൊരു ഉദാഹരണത്തിലൂടെ കാണിച്ചു തരാം. ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇല്ലസ്ട്രേഷൻ ആണ്. അതായത് ഇവിടെ ഞാൻ കാൽക്കുലേഷന് വേണ്ടി $1 അല്ലെങ്കിൽ USDT എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ 84 സംതിങ് ഒക്കെയാണ് ഒരു ഡോളറിന്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ US ഡോളർ ടെതർ എന്ന് പറയുന്ന ആ ഒരു ഡിജിറ്റൽ കറൻസിയുടെ പ്രൈസ് ഏകദേശം 90, 91, 92 ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ അതിന്റെ പ്രൈസാണ് എടുക്കുന്നത്, 90. അങ്ങനെയുണ്ടെങ്കിൽ ഒരു വ്യക്തി അദ്ദേഹം $100 ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നു, അതിൽ $500 സ്റ്റേക്ക് ചെയ്യുന്നു. സോ ഈക്വൽ ടു മൊത്തം അദ്ദേഹത്തിന്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് $600 ആണ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ 54,000 രൂപയാണ്. ഓക്കെ, ഇനി ഇന്ന് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നാളെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നാളത്തെ പ്രൈസ് വെച്ചിട്ട് 5 സെന്റ് വെച്ചിട്ട് അത് അലോക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ 500 ഡിവൈഡഡ് ബൈ 0.05 എന്ന് പറയുന്ന സംഖ്യ എന്ന് വെച്ചാൽ അത്രയും ഡോളറാണ്. അങ്ങനെ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് 10,000 എന്നാണ്, 10,000. അത്രയും TTT ആയിരിക്കും അലോക്കേറ്റ് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ സ്റ്റേക്കിംഗ് കോൺട്രാക്റ്റിൽ അലോക്കേറ്റ് ചെയ്യുന്ന TTT. ഇനി ഈ ഒരു കോൺട്രാക്ട് 3 മാസത്തെ കോൺട്രാക്ട് ആണ്. നമുക്കറിയാം ഇത് 3 മാസത്തെ കോൺട്രാക്ട് ആണ്. ആ എമൗണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, 3 മാസത്തെ കോൺട്രാക്ട് ആണ്. ആ 3 മന്ത്സ് എന്ത് സംഭവിക്കും? ഇദ്ദേഹത്തിന് ഇത് ടെർമിനേറ്റ് ചെയ്ത് എടുത്തിട്ട് പോകാം. 3 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ടെർമിനേഷൻ ആയിട്ട് ഞാൻ എടുക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ 3 മാസം കഴിയുമ്പോൾ അദ്ദേഹത്തിന് ടെർമിനേറ്റ് ചെയ്ത് ഈ ക്യാപിറ്റൽ മൊത്തം എടുത്തിട്ട് സെൽ ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ 3 മാസം അദ്ദേഹത്തിന്
7 മുതൽ 9% വരുന്ന ഒരു ബ്രാക്കറ്റിലാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അതിൽ 7% ഞാൻ എടുക്കുന്നു. അങ്ങനെ $500 7% $35 പെർ മന്ത്. അപ്പൊ ഈ ഡോളറിലാണ് നമ്മുടെ പ്രോഫിറ്റ് അലോക്കേറ്റ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് വരുന്നത് അലോക്കേറ്റ് ചെയ്യുന്നത് TTT-മായിട്ടാണ്. അപ്പൊ 3 മാസം ഏകദേശം $105 അദ്ദേഹത്തിന് ഒരു മന്ത്ലി റിബേറ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. 9450 രൂപയാണത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ എമൗണ്ട് TTT എക്സ്ചേഞ്ചിൽ അദ്ദേഹം ലിക്വിഡേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ സെൽ ഔട്ട് ചെയ്തു. സെൽ ഔട്ട് ചെയ്തപ്പോൾ 3 മാസത്തിനപ്പുറത്തുള്ള ഒരു കാര്യമാണ്. കമ്പനി പറയുന്നത് 3 മാസത്തിനപ്പുറം $1 എത്തുമെന്നാണ് നമ്മളെ അറിയിച്ചിരിക്കുന്ന ഒരു ഏകദേശ ധാരണ. അത് പക്ഷേ ഞാൻ അതിന് 1/3 സംഖ്യയായിട്ടുള്ള 30 സെന്റ് കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ $3000 എന്ന ആൻസർ കിട്ടും. അതായത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അതായത് 10,000 ഗുണം 0.30 എന്ന് അടിക്കുമ്പോൾ $3000 കിട്ടും. സോ ഇത് ഈക്വൽ ടു 2,70,000 അതിന്റെ ആൻസർ വരുന്നത്. ഇനി പ്രോഫിറ്റ് മൊത്തം പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കാം. അദ്ദേഹത്തിന് അലോക്കേറ്റ് ചെയ്ത ആ സ്റ്റേക്കിംഗ് കോൺട്രാക്റ്റിലുള്ള TTT അദ്ദേഹം സെൽ ഔട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രോഫിറ്റ് സെൽ ഔട്ട് ചെയ്യുന്നു. 3 മാസത്തെ പ്രോഫിറ്റ് അങ്ങനെ 3,105 ആണ്. നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് ഇതിൽ നിന്ന് കുറയ്ക്കേണ്ടി വരും. അപ്പോൾ 3,105 മൈനസ് $600 ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ്. സോ 2,505 എന്ന ആൻസർ കിട്ടും. 54,000 അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തത്. 2,20,450. ഇറ്റ്സ് എ വെരി ഹ്യൂജ് പ്രോഫിറ്റ്. ബട്ട് ഇറ്റ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു പ്രോഫിറ്റ് കിട്ടുന്നത്. ഒരു പോയിന്റ് നമ്പർ 1. ഇനി പോയിന്റ് നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നോ നാളെ മറ്റന്നാളോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും പ്രോഫിറ്റിലേക്ക് പോകുന്നത്. പക്ഷെ 1 മാസം കഴിയുമ്പോൾ ഈ ഒരു ടോക്കണിന്റെ പ്രൈസ് 10 സെന്റ് ആണെന്നുണ്ടെങ്കിൽ ഈ 2,25,000 നേരെ പകുതിയായിട്ട് പ്രോഫിറ്റിനെ കണക്കാക്കിയാൽ മതി. ഇനി അത് 20 സെന്റ് ആണെങ്കിലോ ഇതിന്റെ 4/1 പ്രോഫിറ്റിനെ കണക്കാക്കിയാൽ മതി. സോ ഇതിന്റെ ടൈമിങ്ങുമായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അത് കണക്റ്റഡ് ആണ്. പക്ഷേ ഇത് മാത്രമല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ നമ്പർ 1 റീ എൻട്രി പ്രിൻസിപ്പിൾ. നിങ്ങൾ പോർട്ട്ഫോളിയോ നിങ്ങൾ മാനേജ് ചെയ്യണം. അത് ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ റീ എൻട്രി പ്രിൻസിപ്പിൾ ആണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഓരോ മാസം കഴിയുമ്പോൾ നിങ്ങളുടെ പ്രോഫിറ്റ് പുറത്തേക്ക് വരും, ക്യാപിറ്റൽ മുന്നോട്ട് പോകും. 3 മാസം കോൺട്രാക്ട് കഴിയുമ്പോൾ നിങ്ങളൊന്നും സൈലന്റ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. അവിടെ റീ എൻട്രി പ്രിൻസിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ അടുത്തൊരു പുതിയ 3 മാസം കോൺട്രാക്ട് ആയിട്ട് അത് തനിയെ സിസ്റ്റം അത് എടുത്തോളൂ. അപ്പൊ അടുത്തൊരു 3 മാസത്തേക്ക് സ്റ്റേക്കിംഗ് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ മുന്നോട്ട് പോകാം. അടുത്തൊരു ഓപ്ഷൻ വെച്ചാൽ റീ എൻട്രി ഫുൾ എമൗണ്ട്. ഇവിടെ മാസം നിങ്ങൾ പ്രോഫിറ്റ് എടുക്കുന്നില്ല, നിങ്ങൾ ക്യാപിറ്റലിനോട് ആഡ് ആവാനായിട്ട് അനുവദിക്കുന്നത് എന്നാണ് ഇതിന്റെ പെർമിഷന്റെ ഒരു പ്രത്യേകത. അപ്പോൾ 1 മാസം കഴിയുമ്പോൾ പ്രോഫിറ്റും ക്യാപിറ്റലും കൂടെ ആഡ് ചെയ്തിട്ട് അതായിരിക്കും പിന്നെ സ്റ്റേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ അധികം പ്രോഫിറ്റിലേക്ക് പോകാൻ പറ്റും. 3ാമത്തെ ഓപ്ഷനാണ് ശരിക്കും ടെർമിനേഷൻ. അത് ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തു. നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, കംപ്ലീറ്റ്ലി നിങ്ങൾ ടെർമിനേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ പ്രോഫിറ്റും ക്യാപിറ്റലും നിങ്ങൾക്ക് 3 മാസത്തിനകത്ത് എടുക്കാൻ പറ്റും. ഈ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്ന സമയത്ത് ടെർമിനേഷന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ആ കോൺട്രാക്ട് തീരാൻ ഏകദേശം ഒരു 10-12 ദിവസത്തിന് മുമ്പ് മാത്രമായിരിക്കും പ്രത്യക്ഷപ്പെടുക. അപ്പോഴാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഇതാണ് ബേസിക് ആയിട്ട്. ഇനി നമ്മൾ അധിക സമയം എടുക്കുന്നില്ല, 2 ഉദാഹരണങ്ങളോട് നോക്കാം. കാര്യം ഞാൻ പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഫിഗർ മാത്രമേ മാറ്റുള്ളൂ. ഈ ഒരു ഉദാഹരണത്തിൽ ഈ കസ്റ്റമർ $300 സബ്സ്ക്രൈബ് ചെയ്യുന്നു. $1,500 ആണ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ അലോക്കേറ്റ് ചെയ്യുന്ന TTT 1,500 ഡിവൈഡഡ് ബൈ 0.05 ഇന്നത്തെ റേറ്റ് അത് 30,000 TTT ആയിരിക്കും. 180 ദിവസത്തെ ഒരു ലോക്കിംഗ് ആണ് ഇവിടെ ഉള്ളത്. എന്ന് വെച്ചാൽ 6 മാസം. 6 മാസത്തിന് ശേഷം അദ്ദേഹത്തിന് കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ 30,000 പുറത്തെടുക്കാൻ പറ്റും TTT. പക്ഷേ മന്ത്ലി പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. 6 മാസത്തേക്ക് അദ്ദേഹം ഇപ്പോൾ കയറിക്കുന്ന ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ 10 to 12% ആണ്. അതിൽ 10 ഞാൻ എടുക്കുന്നു. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന 1,500 ആണ്. $150 ആണ് 10% പെർ മന്ത്. അങ്ങനെ 6 മാസം $900, $81,000 രൂപയാണ്. ഇനി അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ ആകുന്ന TTT 6 മാസത്തിന് ശേഷം അദ്ദേഹം എക്സ്ചേഞ്ചിൽ കൊണ്ടുപോയിട്ട് ലിക്വിഡേറ്റ് ചെയ്യുകയാണ്, എന്ന് വെച്ചാൽ സെൽ ഔട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു ഉദാഹരണം എടുക്കുന്നത് 3 മാസത്തിന് ശേഷം $1 എന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. 6 മാസത്തിന് ശേഷം ഒരു 40 സെന്റ് $0.40 ആണെന്ന് സങ്കല്പിച്ചാൽ, സോ 3000 മൾട്ടിപ്ലൈഡ് ബൈ 0.40, അപ്പോൾ 12,000 എന്ന ആൻസർ കിട്ടും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഫുൾ അദ്ദേഹം ഒരു പക്ഷേ ലിക്വിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ 10,80,000 അദ്ദേഹത്തിന് കിട്ടുന്നു. 1,62,000 ആണ് സ്റ്റിൽ ഇൻവെസ്റ്റ്മെന്റ്. ടോട്ടൽ പ്രോഫിറ്റ് ഏൺ ചെയ്തിരിക്കുന്നത് 12,000 പ്ലസ് 900 ആണ് 12,900. ഓക്കെ. ഇനി നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് ഈ 12,900 നിന്നും ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുള്ള $1,800 കുറയ്ക്കേണ്ടി വരും. അങ്ങനെ ഉണ്ടെങ്കിൽ 11,100 ആണ് ആൻസർ. സോ 9,99,000. സോ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാം 10 ലക്ഷം. ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്. അതിന്റെ കാരണം ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. ഓപ്ഷൻ നമ്പർ 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റീ എൻട്രി പ്രിൻസിപ്പൽ ചൂസ് ചെയ്ത് മുന്നോട്ട് പോകാം, മന്ത്ലി പ്രോഫിറ്റ് എടുത്തെടുത്ത് പോകാം. ഓപ്ഷൻ നമ്പർ 2 റീ എൻട്രി ഫുൾ എമൗണ്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ കോമ്പൗണ്ടഡ് ആവുന്നു. ടെർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം തീരാനായിട്ട് ഒരു 10 ദിവസം 12 ദിവസം ബാലൻസ് ഉള്ളപ്പോഴാണ് ടെർമിനേഷൻ ഓപ്ഷൻ അവിടെ പ്രത്യക്ഷപ്പെടുക. അത് ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി അവസാനിപ്പിക്കാവുന്നതാണ്. സോ മൂവിങ് ടു 3ാമത്തെ
ഉദാഹരണം, ഇവിടെ കസ്റ്റമർ കുറച്ച് ഹോൾസെയിൽ കസ്റ്റമറാണ്. $1000 സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നു, $5000 ഇൻവെസ്റ്റ് ചെയ്യുന്നു, ടോട്ടൽ 5,40,000. TTT അലോക്കേറ്റ് ചെയ്യുന്നത് 5000 ഡിവൈഡഡ് ബൈ 0.05, സോ ഈക്വൽ ടു 1,00,000 TTT അലോക്കേറ്റ് ചെയ്യുന്നു. 1 വർഷമാണ് ഈ കോൺട്രാക്ട്. 1 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം എന്തെങ്കിലും ചെയ്യാൻ പോകുന്നത്. ഈ 1 വർഷം അദ്ദേഹത്തിന് 16 മുതൽ 18% വരെ എന്നുള്ള ബ്രാക്കറ്റിലാണ് അദ്ദേഹത്തിന് പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ആ 16 എടുക്കുമ്പോൾ അത് $800 പെർ മന്ത് ആണ്. അങ്ങനെ 12 മാസം 9,600 ആണ്. 8,64,000 രൂപയാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇദ്ദേഹം 1 വർഷത്തിന് ശേഷം മേ ബി $1, $2, $3 ഒക്കെ ആവാം. ഞാനൊരു $0.5 അതിനെ സങ്കല്പിച്ചാൽ 1,00,000 TTT $0.5 നിരക്കിൽ വിറ്റ് കഴിഞ്ഞാൽ $50,000 കിട്ടുന്നു. സോ 45 ലക്ഷമാണ്. ടോട്ടൽ പ്രോഫിറ്റ് ഏൺ ചെയ്തിരിക്കുന്ന 50,000 പ്ലസ് 9,600 ആണ്, 59,600. ദെൻ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന 59,600 എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും ആദ്യത്തെ 6,000 മൈനസ് ചെയ്യണം. സോ 53,600 ഈക്വൽ ടു 48,24,000 രൂപയാണ്. 5,40,000 സ്റ്റിൽ ഇവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ നമ്പർ 1 റീ എൻട്രി പ്രിൻസിപ്പൽ, ഓപ്ഷൻ നമ്പർ 2 റീ എൻട്രി ഫുൾ എമൗണ്ട്, ഓപ്ഷൻ നമ്പർ 3 ടെർമിനേഷൻ. നമുക്ക് ഇപ്പോൾ ഈ 16 മുതൽ 18% വരുന്ന ഒരു കണക്ക് ഞാൻ പറഞ്ഞു. അറ്റ് പ്രസന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന്റെ നിലവിലുള്ള ഇന്നത്തെ റേറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 20% അവർക്ക് പ്രോഫിറ്റ് ഇപ്പൊ റണ്ണിങ്ങിലാണ്. 16 മുതൽ 18 നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് അങ്ങനെ ഇതിനകത്ത് സംഭവിക്കാം. അഡീഷണൽ ആയിട്ട് നമുക്ക് പ്രോബബിൾ ആയിട്ട് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്, ഒരു 3-4 ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, ബെനിഫിറ്റ് ഫ്രം TTT പ്രൈസ് ഹൈക്ക്. TTT പ്രൈസ് ചിലപ്പോൾ നല്ല കാര്യമായിട്ട് അപ്പാവാം. അതുവഴിയുള്ള അഡീഷണൽ ബെനിഫിറ്റ് നിങ്ങൾക്കുള്ളതാണ്. സെക്കൻഡ്, പ്രോഫിറ്റ് ഏൺ ബൈ സ്പോട്ട് ട്രേഡിംഗ് വിത്ത് TTT ബാർ USDT എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക് എക്സ്ചേഞ്ച് ആണ്. അവിടെ നിങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് TTT വാങ്ങുകയും കൂടിയ വിലയ്ക്ക് വിൽക്കുകയും ചെയ്യാം. അതിന്റെ ടെക്നിക്കൊക്കെ നിങ്ങളെ പഠിപ്പിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം മേ ബി $10, $20, $30 ഒക്കെ പ്രോഫിറ്റ് നിങ്ങൾക്ക് തന്നെ ഏൺ ചെയ്യാവുന്നതാണ് മൊബൈലിന്റെ സഹായത്താൽ. മൊബൈൽ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ കാർഡ് ഇറങ്ങുന്ന സമയത്ത് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 8% റിബേറ്റ് ആ കാർഡിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പൊ അത് നിങ്ങൾക്ക് അടുത്ത പർച്ചേസിന് ഉപയോഗിക്കാം. അതൊരു ബെനിഫിറ്റ് ആണ്. ഇനി ബെനിഫിറ്റ് ഫ്രം ഡോളർ അപ്രീസിയേഷൻ ആൻഡ് കോമ്പൗണ്ടിങ്. അതായത് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്യാപിറ്റലിലൂടെ ആഡ് ചെയ്ത് പോകുന്നു. പക്ഷെ നമ്മളൊരു ഓർഗനൈസേഷൻ എന്നുള്ള നിലയിൽ, ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉപദേശം ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ആൾക്കാരെന്നുള്ള നിലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, കോമ്പൗണ്ട് ചെയ്യണമെന്നില്ല. നിങ്ങളുടെ ബ്രേക്ക് ഈവൻ എടുത്തതിന് ശേഷം കോമ്പൗണ്ട് ചെയ്യുകയോ കോമ്പൗണ്ട് ചെയ്യാതിരിക്കുകയോ ചെയ്യാവുന്നതാണ്. എന്നാൽ ഡോളർ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഡോളറിന്റെ വില 91, 92, 90 എന്നൊക്കെ പോകുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 1.5 വർഷത്തിന് മുമ്പ് നമ്മൾ ഈ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഡോളറിന്റെ വില ശരിക്കും പറഞ്ഞാൽ അത്ര ഇല്ലായിരുന്നു, 88 ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് 90. അപ്പൊ 1.5 വർഷം കൊണ്ട് 4 രൂപയുടെ വ്യത്യാസമാണ് ഡോളറിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ 1 വർഷം കഴിഞ്ഞാണെങ്കിൽ ഡോളറിന്റെ വില എന്ന് പറയുന്നത് 96 95 ആണെന്നുണ്ടെങ്കിൽ അതുവഴിയുള്ള ഒരു അപ്രീസിയേഷൻ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാവുന്നതാണ്. തീർന്നില്ല, മറ്റൊരു ബെനിഫിറ്റും കൂടെ ഞാൻ പറയുന്നുണ്ട് ഇന്നത്തെ ഒരു പ്രസന്റേഷനിൽ, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതായത് ഇവിടെ നിങ്ങൾ ഇത് പ്രൊമോഷണൽ ലെവലിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അറിയാത്ത ഒരാൾക്ക് നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ബിറ്റ്മാർട്ടുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. ബിറ്റ്മാർട്ട് ഈസ് എ വെരി പോപ്പുലർ എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ ബിറ്റ്മാർട്ട് അദ്ദേഹത്തിന്റെ മൊബൈൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യിക്കേണ്ടി വരും. അങ്ങനെ ഡൗൺലോഡ് ചെയ്യിക്കും ഈ പിക്ചറിൽ കാണുന്ന പോലെ നിങ്ങളുടെ റെഫറൽ ID, ബിറ്റ്മാർട്ടിലെ നിങ്ങൾ റെഫറൽ ID കൊടുക്കാവുന്നതാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 2 വരുമാനങ്ങൾ നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും. അതിലൊന്നെന്ന് പറയുന്നത് സ്പോട്ട് ട്രേഡിങ് ആ വ്യക്തി ചെയ്യുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വില വാങ്ങുന്നു, കൂടിയ വില വിൽക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങി വിൽക്കുകയോ വാങ്ങി എന്തെങ്കിലും പരിപാടി നടത്തുമ്പോൾ അവിടെ അദ്ദേഹത്തിന് ഒരു ട്രേഡിംഗ് ഫീസ് കൊടുക്കേണ്ടി വരും. അതിന്റെ ഒരു ഫീസ് കട്ടാവും. ആ ഫീസിന്റെ 40% നിങ്ങൾക്കുള്ളതാണ്. അപ്പൊ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന സ്ക്രീൻഷോട്ടിൽ ഇനി രണ്ടാമതും കൂടെ പറഞ്ഞിട്ട് അത് പറയാം. രണ്ടാമത്തെ ഫ്യൂച്ചർ ട്രേഡിംഗ് ആണ് അദ്ദേഹം ചെയ്യുന്നത്. നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങളുടെ റെഫറൽ കൊടുത്തിരിക്കുന്ന ഒരാൾ ഫ്യൂച്ചർ ട്രേഡിംഗ് ആണെന്ന് ചോദിച്ചാൽ 2 ടിയർ നമുക്ക് കിട്ടും. അതായത് 2 ലെവലിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്ട്രാ ഇൻകം ഉണ്ടാകും ഫോർ 1 ഇയർ. ഇത് രണ്ടും 1 ഇയറിലേക്ക് മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങളുടെ ആ ജസ്റ്റ് നിങ്ങളുടെ താഴെ വന്നിരിക്കുന്ന അദ്ദേഹം ചെയ്തിരിക്കുന്ന സ്പോട്ട് ട്രേഡ് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഫ്യൂച്ചർ ട്രേഡിൽ നിന്നും നിങ്ങൾക്ക് എത്ര കിട്ടും? 30% കിട്ടും ഫോർ 1 ഇയർ. ദെൻ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന ആൾക്കാരുണ്ട്, ആ സെക്കൻഡ് ലെവലിൽ വരുന്ന രണ്ടാമത്തെ ടിയറിൽ വരുന്ന അവരിൽ നിന്ന് 10% കിട്ടും. ചെറിയ എമൗണ്ട് അല്ല. നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്ന പിക്ചർ നോക്കുക, അത് എൻ്റെ തന്നെയാണ്, എൻ്റെതാണ്. എൻ്റെ ഈ റെഫറൽ ഞാൻ ആർക്കോ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇതൊന്നും കിട്ടുമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. ഏകദേശം 229 പോയിന്റ് സംതിങ്, സോ $230 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ $230 എന്ന് പറയുമ്പോൾ ഏകദേശം 9, 9, 18, ഏകദേശം ഒന്നും ചെയ്യാതെ 20,000 രൂപയ്ക്ക് മുകളിൽ നമുക്ക് എടുക്കാം. 20,000 മുകളിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിന് താഴെ ഒരു സംഗതി കൊടുത്തിട്ടുണ്ട് അവര്.
ബിറ്റ്മാർട്ടിലെ ഹയസ്റ്റ് റെഫറൽ ഇൻകം കൊടുത്തിട്ടുണ്ട് അവിടെ. ഇത്തരത്തിൽ ഹയസ്റ്റ് അത് 5.9778 BTC ആണ്. ഞാൻ അതിനെ 6 BTC ആയിട്ട് എടുക്കുന്നു. ഈക്വൽ ടു ഒരു, ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഏകദേശം പറയുകയാണെങ്കിൽ 3.37 കോടി രൂപയാണ്. അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. ഈ ബിറ്റ്മാർട്ടിന്റെ ഇത് റെഫറൽ ആയിട്ട് ആർക്ക് കൊടുത്ത് ഹയസ്റ്റ് ഏണറെ അവരുടെ ഐ ഡി ഉൾപ്പെടെ, ഐ ഡി എല്ലാം കാണിച്ചിട്ടില്ല, ഇത്രയും മണി. ഇതിന്റെ ഒരു എഡീഷണൽ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് നമുക്ക് അത് കാണാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അത് നമ്മൾ ഈ ഒരു പ്രസന്റേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ആക്ച്വൽ ബിസിനസ് ഇതല്ല. അപ്പൊ നമ്മുടെ ഈ ഒരു കസ്റ്റമർ എന്നുള്ള നിലയിൽ, ഇൻവെസ്റ്റർ എന്നുള്ള നിലയിൽ നമുക്ക് എന്തൊക്കെ, അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് ആൻഡ് സർവീസിനെ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. ലോ എൻട്രി ബാരിയർ ആണ്, ഹൈ റിട്ടേൺ ആണ്, ലോ റിസ്ക് ആണ്. കാര്യം നമ്മളൊന്നും ചെയ്യുന്നില്ല ഇവിടെ, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് മാത്രം ചെയ്താൽ മതി. ക്യാപിറ്റൽ അഷുറൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇൻകം ഓപ്ഷൻ ഉണ്ട്. സോ മൂവിങ് ടു ദ ലാസ്റ്റ് പാർട്ട്, ഗ്ലോബൽ പാർട്ട്നേഴ്സ് പ്രോഗ്രാം. അതായത് ഇതിനകത്തൊരു കോമ്പൻസേഷൻ പ്ലാൻ ഉണ്ട്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇതിലൊന്നും പാർട്ടിസിപ്പേറ്റ് നേരെ ബിറ്റ്മാർട്ടിൽ പോയിട്ട് ഒരു അക്കൗണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതിന് ആരും സഹായം വേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ KYC കൊടുത്തിട്ട് നിങ്ങൾ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. അവിടെ TTT വാങ്ങിയിട്ട് നിങ്ങൾക്ക് പിന്നെ ഹോൾഡ് ചെയ്താൽ പോരെ, അല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ബെനിഫിറ്റ് കിട്ടുമല്ലോ എന്ന് ചിന്തിക്കാം. പക്ഷെ ആ ക്യാപിറ്റലിന്റെ വാല്യൂ കൂടുമല്ലോ. TTTയുടെ വാല്യൂ കൂടുമ്പോൾ മാത്രമുള്ള ഒരു സംഗതിയെ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് സ്റ്റേക്കിങ്ങിന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മന്ത്ലി റിട്ടേണും കിട്ടും. എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് ആ ഒരു ക്യാപിറ്റൽ തിരിച്ചും കിട്ടും TTTയുടെ രൂപത്തിൽ. പക്ഷേ അതിനേക്കാൾ കൂടുതൽ TTT ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മളൊന്ന് ആഡ് ആയാൽ മതി. ഗ്ലോബൽ പാർട്ട്നേഴ്സ് പ്രോഗ്രാം ഒരു റെഫറൽ പ്രോഗ്രാമാണ്. അതിന്റെ പ്ലാനാണ്, കോമ്പൻസേഷൻ പ്ലാനാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ 4 ടൈപ്പ് ഓഫ് റിവാർഡുകളും 4 ടൈപ്പ് ഓഫ് ഡിവിഡൻഡുകളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് റിവാർഡുകൾ പറയാം, രണ്ടാമത് ഡിവിഡൻഡ് പറയാം. ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. ഒന്നാമത്തെ റെഫറൽ റിവാർഡാണ്. ഈ റെഫറൽ എന്ന് പറയുന്നത് നമ്മുടെ ബിറ്റ്മാർട്ടിന്റെ റെഫറൽ അല്ല, ടൈറ്റനിലേക്കുള്ള ആ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമല്ലോ, അതിന്റെ റെഫറലാണ്. അതിൽ നിങ്ങൾ ഒരു കസ്റ്റമറെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ 12% സ്പോട്ട് റെഫറൽ റിവാർഡ് കിട്ടും. ഓക്കെ, ഒരു ദിവസത്തെ കാൽക്കുലേഷൻ എൻഡ് ചെയ്യുന്നത് വൈകുന്നേരം ഇന്ത്യൻ സമയം 7:30 മണിക്കാണ്. ആ സമയത്തിന് നിങ്ങൾക്കത് ബിറ്റ്മാർട്ടിലേക്ക് വിഡ്രോവൽ കൊടുക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാവുന്നതാണ്, പൈസയാക്കി മാറ്റാവുന്നതാണ്. പക്ഷെ ഇവിടെ പറയാൻ പോകുന്ന ഒരു പോയിന്റ്, മൾട്ടിപ്പിൾ ടൈംസിൽ റെഫറൽ റിവാർഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ കസ്റ്റമർ 100-ലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, പിന്നീട് അദ്ദേഹം അപ്ഗ്രേഡ് ചെയ്തു 300-ലേക്ക്. അപ്പോൾ ബാലൻസ് എമൗണ്ട്, ആ ഡിഫറൻസ് എമൗണ്ട് 200 പേ ചെയ്തിട്ടുണ്ട്, അതിന്റെ റെഫറൽ റിവാർഡ് കിട്ടും. ഇതേ കസ്റ്റമർ 300-ന്ന് 1000-ലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ 700 അദ്ദേഹം പേ ചെയ്യേണ്ടി വരും, അതിന്റെ റെഫറൽ വീണ്ടും കിട്ടും. സോ മൾട്ടിപ്പിൾ ടൈംസിൽ സിംഗിൾ കസ്റ്റമറിൽ നിന്ന് റെഫറൽ റിവാർഡ് കിട്ടുന്നു. ദെൻ രണ്ടാമത്തെ റിവാർഡ് പെയറിംഗ് റിവാർഡാണ്. അതായത് നാളിതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ഡയറക്ട് സെല്ലിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളുടെ ടെക്നിക്കാണ് ഇവിടെ കടമെടുത്തിരിക്കുന്നത്, പ്രൊഡക്റ്റ് അല്ല. ഈ ടെക്നിക്കിൽ ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണിത്. പ്ലേസ്മെന്റ് ഡയഗ്രം ഉണ്ട്, റെഫറൽ ഹൈറാർക്കി ഉണ്ട്, അല്ലെങ്കിൽ പ്ലേസ്മെന്റ് ഡയഗ്രവും സ്പോൺസർ ഡയഗ്രവും ഉണ്ട്. പ്ലേസ്മെന്റിൽ നമ്മൾ ഇങ്ങനെയാണ് ആൾക്കാരെ പ്ലേസ് ചെയ്യുന്നത്, ലെഫ്റ്റ് ടു റൈറ്റ് ആണ്, അല്ലെങ്കിൽ ലെഫ്റ്റ് ടീം റൈറ്റ് ടീം, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ 1, ഓർഗനൈസേഷൻ 2. അപ്പൊ അവിടെ നമ്മൾ വ്യത്യാസം എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതിൽ സെൻട്രലിലുള്ള ഒരു വ്യക്തി 5 പേരെ നേരിട്ട് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അവർ പ്ലേസ്മെന്റിൽ ഇങ്ങനെയാണ് വരുന്നത്, 3 സൈഡിൽ 3 പേര് ഒരു ടീമിൽ, 2 പേര് അപ്പുറത്ത്, അവരെ ഗിയറിന്റെ സിമ്പിൾ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് സ്പോൺസർ ഡയഗ്രത്തിൽ എങ്ങനെയാണ് വരുന്നത്? പിക്ചർ റൈറ്റ് സൈഡ് നോക്കുക, നേരിട്ട് തന്നെ കാണാൻ പറ്റും. ഈ ഒരു പ്ലേസ്മെന്റ് ഡയഗ്രത്തിൽ 2 പേര് അവർ വേറെ ആൾക്കാരെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ റെഫറൽ അങ്ങനെ വരും, നമ്മുടെ സ്പോൺസർ ഡയഗ്രത്തിൽ അവർക്ക് താഴെ വരും. പക്ഷേ ഇവിടെ നമ്മുടെ തന്നെ താഴെയും കൂടെ ആണ്, നമ്മുടെ 2 tier ആണ്, അല്ലെ, 2 ലെവലുകളാണ്. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ പെയറിംഗ് റിവാർഡ് ഇപ്പോഴും പ്ലേസ്മെന്റ് ഡയഗ്രത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ആ ഡയഗ്രത്തിൽ നിങ്ങളുടെ മുകളിലുള്ള ആൾക്കാർക്കും ആൾക്കാരെ സ്പോൺസർ ചെയ്യാൻ പറ്റും. സോ ഇവിടെ നോക്കുന്ന എവറി ഡേ ആണ്. എവറി ഡേയിൽ ഇത് എത്ര ലൈസൻസിങ് എമൗണ്ടുകൾ വന്നിട്ടുണ്ട്, വോളിയം വന്നിട്ടുണ്ട്. അതിൽ ചെറിയ ഗ്രൂപ്പിന്റെ 10% നിങ്ങളുടെ പെയറിംഗ് റിവാർഡ്. ഇവിടെ ഈ കണക്കിൽ $200 കിട്ടും. കാര്യം 2000 ആണ് അവിടുത്തെ ഗ്രൂപ്പ് വോളിയം എന്ന് പറയുന്നത്. മറ്റൊരു ദിവസം അത് 5000 ആണെങ്കിൽ $500 നിങ്ങൾക്ക് കിട്ടും. അത്ര ഈക്വലന്റ് ആയിട്ടുള്ള TTT ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി വേറൊരു ദിവസം അത് 10,000 ആണെങ്കിൽ 1000 കിട്ടും. പക്ഷെ അവിടെ ഒരു ലിമിറ്റ് ഉണ്ട്. അതിനെ ഡെയിലി അപ്പർ ലിമിറ്റ് എന്ന് വിളിക്കാം, ക്യാപ്പിംഗ് ലിമിറ്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഡെയിലി സീലിംഗ് ലിമിറ്റ് എന്ന് വിളിക്കാം. അത് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ എമൗണ്ടിന് തുല്യവുമായിരിക്കും. ഓക്കെ, മൂന്നാമത്തത് ടൈറ്റന്റെ പാർട്ട്ണർ ഇൻസെന്റീവ് ആണ്. റെഫറൽ ഹൈറാർക്കിയാണ് ഇവിടെ നോക്കുന്നത്. കാര്യം പ്ലേസ്മെന്റ് സ്ട്രക്ചറിൽ നിങ്ങൾക്ക് പെയറിംഗ് റിവാർഡായിട്ട് തന്നു കഴിഞ്ഞു. അതേ വോളിയത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എക്സ്ട്രാ ഇൻകം ആണ് പാർട്ട്ണർ റിവാർഡ്. പക്ഷേ ഇവിടെ ഡയറക്റ്റ് നിങ്ങൾ സ്പോൺസർ ചെയ്ത ആൾക്കാരും അവർ വഴി വന്നിട്ടുള്ള ആൾക്കാരും അവരുടെ വോളിയം മാത്രമേ ഇവിടെ പരിഗണിക്കുകയുള്ളൂ. ദാറ്റ് മീൻസ് നിങ്ങളുടെ മുകളിലുള്ള ഒരാൾ സ്പോൺസർ ചെയ്ത ടീമിനെ ഇവിടെ പരിഗണിക്കില്ല. ഇവിടെ പാർട്ട്ണർ റിവാർഡ് ഡെയിലി ആണ്.
അത് കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു റാങ്ക് ക്വാളിഫൈ ചെയ്യണം. ആ റാങ്കിന്റെ പേര് ജൂനിയർ പാർട്ണർ എന്നാണ്. 2% മുതൽ 10% വരെയാണ് ഇൻകം അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ നിങ്ങൾ നിങ്ങളുടെ അക്യുമുലേറ്റഡ് റിവാർഡുകളെല്ലാം ചേർത്ത്, റിവാർഡുകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? പെയറിംഗ് റിവാർഡ്, റെഫറൽ റിവാർഡ്, ദെൻ പാർട്ണർ റിവാർഡ്, ഇത് മൂന്നും കൂടെ കൂട്ടിയിട്ട് $3,000 എന്ന് അക്യുമുലേറ്റ് ചെയ്ത് വരുന്നത് അന്ന് മുതലാണ് നിങ്ങൾക്ക് ഈ 2% കിട്ടിത്തുടങ്ങും. പക്ഷേ എല്ലാ ദിവസവും കിട്ടും പിന്നീട്. ദെൻ $10,000 അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4% ആവും, കാരണം നിങ്ങളുടെ റാങ്ക് മാറി സീനിയർ പാർട്ണർ ആവും. എക്സിക്യൂട്ടീവ് പാർട്ണർ $40,000 ആണ്, 6%. ദെൻ ജൂനിയർ എക്സിക്യൂട്ടീവ് പാർട്ണർ $100,000 ആണ്, 8%. ലാസ്റ്റ് വൺ സീനിയർ എക്സിക്യൂട്ടീവ് പാർട്ണർ ആണ്, 10%. 200,000 ഒരു ഇൻകം. ഞാൻ ഈ 200,000 മീൻസ് ഇന്ത്യയിൽ അത് ലാക്കാണ്, 2 ലാക്കാണ്. 100,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1,00,000 ഇവിടെ നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ലാക്ക് എന്ന് പറഞ്ഞൊരു വാക്കില്ല, കോടിയും ഇവിടെ ഇല്ല, മില്യൺ ആണ്. അതായത് ഇവിടെ പറയുന്ന വെച്ചാൽ 100,000 ആണ്, അതാണ് 1,00,000 എന്ന് പറയുന്നത്. 10 ലക്ഷം എന്ന് ഇവിടെ പറയാറില്ല, 1 മില്യൺ ആണ്, അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ആ പ്ലാൻ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിവേ, ഇത് കഴിഞ്ഞു. ദെൻ നമുക്ക് സ്റ്റെല്ലാർ ലീഡർഷിപ്പ് റിവാർഡാണ്. പുതിയ ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ്. ഒരു പക്ഷേ ഒരാൾ ഇന്ന് അവർ സ്റ്റാർട്ട് ചെയ്തു, ആദ്യത്തെ 10 ദിവസത്തിനുള്ളിൽ ഈ പിക്ചറിൽ കാണുന്നത് പോലെ, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ 4 പേരെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ലൈസൻസ് ഫ്രീ ആയിട്ട് കിട്ടുന്നു. അതിന്റെ സൈസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 പേരിൽ ആരാണോ ഏറ്റവും ചെറിയ ലൈസൻസ് എടുത്തിരിക്കുന്നത് അതിന് തുല്യമായിരിക്കും. ഒന്നുകിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെല് ചെയ്ത് പൈസയാക്കി മാറ്റാം. ഇനി നമ്മൾ റിവാർഡെല്ലാം കഴിഞ്ഞ് ഡിവിഡൻഡിലേക്ക് പോവാണ്. ഈ ഒരൊറ്റ ഡിവിഡൻഡ് മാത്രമേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ, ലാക്ക് ഓഫ് ടൈം ഉള്ളത് കൊണ്ട്. അതായത് കണ്ടീഷൻസ് പറയാം. കണ്ടീഷൻസ് ഇതാണ്: നിങ്ങളുടെ സ്പോൺസർ ഡയഗ്രമാണ് പരിഗണിക്കുക. ദാറ്റ് മീൻസ് റെഫറൽ ഹയറാർക്കി. അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ആൾക്കാരെ സ്പോൺസർ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഒരാളെ സ്പോൺസർ ചെയ്ത് ഒരാളെ സ്പോൺസർ ചെയ്താൽ A1 ആണെങ്കിൽ A1 നിങ്ങളുടെ രണ്ടാമത്തെ ലെവലിൽ വരും. A1 A2വിനെ സ്പോൺസർ ചെയ്താൽ A2 നിങ്ങളുടെ മൂന്നാമത്തെ ലെവൽ. അങ്ങനെയാണ് ലെവൽ കണക്കാക്കുന്നത്. ഇവിടെ എത്ര ലെവൽ വരെ നിങ്ങൾക്ക് ടിയർ ഡിവിഡൻഡ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പേഴ്സണൽ ട്രേഡ് വോളിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങളുടെ പേഴ്സണൽ ട്രേഡ് വോളിയം $100 ആണെങ്കിൽ 4 ലെവൽ വരെ കിട്ടുള്ളൂ. ഇനി അത് $1,000 ആണെങ്കിൽ 6 ലെവൽ വരെ കിട്ടും. $5,000 പേഴ്സണൽ ട്രേഡ് ഉണ്ടെങ്കിൽ 8 ലെവൽ വരെ. $15,000 ഉണ്ടെങ്കിലോ 10 ലെവൽ. ദെൻ ലാസ്റ്റ് $30,000 12 ലെവൽ വരെ. ഓക്കെ, ഇനി ഇതിന്റെ പ്രത്യേകത എന്താണ്, എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഞാൻ ഇവിടെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ കേസിലേക്ക് പോവുകയാണ്. ഒരു പക്ഷേ നിങ്ങൾ സ്പോൺസർ ചെയ്ത ഒരാൾ $10,000 അദ്ദേഹത്തിന്റെ സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്, ഈക്വലന്റ് സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. 16 മുതൽ 18% വരെ ബ്രാക്കറ്റിലാണ് അദ്ദേഹം കയറിയിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന്റെ ഇൻകം നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. അദ്ദേഹത്തിന്റെ ഇൻകം 16% സങ്കല്പിച്ചാൽ $1,600 ആയിരിക്കും. ആ എമൗണ്ടിന്റെ 5% ആയിരിക്കും നിങ്ങളുടെ ടിയർ ഡിവിഡൻഡ്, ഈക്വൽ ടു $80 ആണ്. 10 പേരും ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ $800. അപ്പോൾ ഒരു ഡീസന്റ് ഫിഗറിലേക്ക് അത് മാറും. സെക്കൻഡ് ലെവലും കൂടെ ഒന്ന് പോയി നോക്കാം. സെക്കൻഡ് ലെവലിൽ ആ ഫസ്റ്റ് ലെവലിൽ ഒരാൾ 10 പേരെ സ്പോൺസർ ചെയ്താൽ ആ 10 പേരാണ് നിങ്ങളുടെ സെക്കൻഡ് ലെവലിൽ വരും. പക്ഷേ ഈ 10 പേരും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ 100 പേര് നിങ്ങളുടെ സെക്കൻഡ് ലെവലിൽ വരും. 100 പേര് 10,000 വെച്ചിട്ട് അവർ സ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 1 മില്യൺ ആവുന്നു, 10 ലക്ഷം ആവും. ആ 1 മില്യന് അതിന്റെ 16% കൊടുക്കണം, $1,60,000 ആണ്. ആ എമൗണ്ടിന്റെ 5% $8,000 ആയിരിക്കും നിങ്ങളുടെ സെക്കൻഡ് ലെവൽ ടിയർ ഡിവിഡൻഡ്. സോ ഇങ്ങനെയാണ് ഓരോ ലെവൽ ടിയർ ഡിവിഡൻഡ് കൂടുതലായിട്ട് കിട്ടുക. എനിവേ, ടിയർ ഡിവിഡൻഡ് ഈസ് എ വെരി സ്ട്രോങ് ഇൻകം, സസ്റ്റൈനബിൾ ആണ്, ലോങ് ടൈം ആണ്. കാരണം ഈ ഒരു ഫിഗറിലൊക്കെ വരുന്ന ആൾക്കാർ ഒരു വർഷത്തെ ലോക്കിംഗ് ഉണ്ട്. ആ 1 ഇയറിലേക്ക് നിങ്ങൾക്കത് ഗ്യാരണ്ടീഡ് ആണ്. ഈ 1 ഇയറിലും അയാൾ സാറ്റിസ്ഫൈഡ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, സെക്കൻഡ് ഇയറിൽ അദ്ദേഹം അത് ഓട്ടോമാറ്റിക്കലി അപ്ഗ്രേഡ് ചെയ്യും, ടെർമിനേറ്റ് ചെയ്യില്ല. സോ ദിസ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ടിയർ ഡിവിഡൻഡ്. മൂവിങ് ടു സൂപ്പർ ലീഡർ റാങ്കിങ്. അതായത് നിങ്ങൾ ഒരു സീനിയർ എക്സിക്യൂട്ടീവ് പാർട്ണറെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞാൽ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു റെഫറൽ ഹയറാർക്കിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് ഹേംസ് എന്ന് പറഞ്ഞ റാങ്കിലേക്ക് മാറുന്നു. അവിടെ നിങ്ങളുടെ ലെവലുകൾ ഓവർകം ചെയ്യാൻ പറ്റും. നേരത്തെ 12 ലെവലിന്റെ ഒരു ലിമിറ്റേഷൻ പറഞ്ഞിരുന്നു, ഇവിടെ അൺലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡിൽ നിന്ന് എന്താണ് കിട്ടുന്നത്? അതായത് ആ സീനിയർ എക്സിക്യൂട്ടീവ് പാർട്ണറുടെ ടോട്ടൽ ട്രേഡ്, ആ ഗ്രൂപ്പിന്റെ ടോട്ടൽ ട്രേഡ് പ്രോഫിറ്റിന്റെ 4% കിട്ടും. സോ ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്. അത്തരത്തിൽ 2 പേരെ നിങ്ങൾ ഇത് ചെയ്യാൻ കഴിഞ്ഞാൽ, പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞാൽ 6%. അഥീന എന്ന് പറഞ്ഞ റാങ്കാണ്. 3 പേര് കഴിഞ്ഞാൽ പൊസൈഡോൺ എന്ന് പറഞ്ഞ റാങ്കിലേക്ക് അത് 8%. 4 പേര് സൂസ് എന്ന് പറഞ്ഞ റാങ്ക് 10%. ഇനി അടുത്തത് സൂപ്പർ എലീറ്റ് ബോണസ് ആണ്. ഒരേ റാങ്കിലുള്ള ആൾക്കാർ ഒരേ ലൈനിൽ വരികയാണ്. ഒരേ ലൈൻ ഓഫ് സ്പോൺസർഷിപ്പ് വന്നു പോയാൽ ആ താഴെ വന്ന ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെ കൊടുക്കാനൊന്നും ഉണ്ടാവില്ല, തരാനൊന്നും ഉണ്ടാവില്ല. ആ സമയത്ത് കമ്പനി നിങ്ങൾക്ക് കോമ്പൻസേറ്റ് ചെയ്യുന്ന ഇൻകമാണ് എലീറ്റ് ബോണസ്. അത് ഹേംസ് എന്ന് പറഞ്ഞ റാങ്കിൽ 1.5 ആണ്, അത്തീന എന്ന് പറഞ്ഞ റാങ്കിൽ 1.25 ആണ്, പൊസൈഡോണിൽ 1%, സൂസിൽ അത് 0.5 ആണ്. എനിവേ, അത് വലിയ ഗ്രൂപ്പ് ആവുന്നത് കൊണ്ട് ആ ഇൻകം വലുതായിരിക്കും, പെർസെൻറ്റേജ് കുറവാണെങ്കിൽ.
ടൈറ്റൻ അംബാസിഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഷുഡ് ബി എ സൂസ് റാങ്ക് ക്വാളിഫൈ ചെയ്യണം. അറ്റ് ദ സെയിം ടൈം 3 സൂസ് റാങ്കിലുള്ള ആൾക്കാരെ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞാൽ യു ആർ എ ടൈറ്റൻ അംബാസിഡർ. അവിടെ നിങ്ങൾക്ക് എന്താണ് ഓവർകം ചെയ്യാൻ കഴിയുക, ടെറിട്ടറി നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അതുവരെ നിങ്ങളുടെ ഗ്രൂപ്പിൽ അങ്ങനെ. എന്നാൽ ഇത് ഔട്ട് ഓഫ് ദി ഗ്രൂപ്പായി എൻറ്റയർ വേൾഡിൽ നടക്കുന്ന ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ 3% ആണ്, 3% എക്സ്ട്രാ കിട്ടുക. സോ ഇത്രയും നമുക്ക് കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു കമ്പനിയാണോ ഇതൊന്ന് നോക്കാം, അല്ലെങ്കിൽ അത് നടത്തിക്കൊണ്ടുപോകാൻ കപ്പാസിറ്റി ഉള്ളതാണെന്ന് നോക്കാം. ടൈറ്റൻ ക്യാപിറ്റൽ മാർക്കറ്റ്സിന്റെ സ്ട്രെങ്ത് ഇതാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രൊഫൈൽ ഇതാണ്. ടൈറ്റൻ 2013 ടൈറ്റൻ ഗ്ലോബൽ എന്നുള്ള പേരിൽ ഓസ്ട്രേലിയ ബേസിൽ സ്റ്റാർട്ട് ചെയ്തൊരു ഫോറക്സ് ട്രേഡിംഗ് കമ്പനിയാണ്, അല്ലെങ്കിൽ ഫോറക്സ് ട്രേഡിംഗ് ബ്രോക്കറാണ്. 2018 പേര് മാറ്റി ടൈറ്റൻ ക്യാപിറ്റൽ മാർക്കറ്റ്സ് എന്നുള്ള പേരിലേക്ക് വന്നു. അപ്പോഴും 2022 വരെ, 2013 മുതൽ 2022 വരെ അവർ ചെയ്ത ബിസിനസ് B2B ആണ്. എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ കസ്റ്റമേഴ്സ്, ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ്, ബാങ്കുകൾ, കോർപ്പറേറ്റ് കമ്പനികൾ എന്നിവരുടെ ഫണ്ടുകൾ ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്ന പ്രോഗ്രാമാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ 2022 ഓഗസ്റ്റ് 20 അവർ റീറ്റെയിൽ കോൺസെപ്റ്റ്, അല്ലെങ്കിൽ B2C എന്ന് പറഞ്ഞ പ്രോഗ്രാം അനൗൺസ് ചെയ്തു. സ്റ്റിൽ ഫോറക്സ് തന്നെയാണ്. അതിനുവേണ്ടി അവർ ഒരു സബ്സിഡിയറി കമ്പനി ഉണ്ടാക്കി. അതിന്റെ പേര് ടൈറ്റൻ അക്കാഡമി എന്നാണ്. ടൈറ്റൻ അക്കാഡമിയുടെ എയിം എന്ന് പറയുന്നത് ലോകത്തുള്ള ആൾക്കാരെ ട്രേഡിങ്ങിന്റെ അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് അവരുടെ മേജർ അജണ്ട. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ റീറ്റെയിൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയാണ് നമ്മളൊക്കെ ഇതിനകത്ത് വരുന്നത്. ഇപ്പൊ ടൈറ്റന്റെ വെർഷൻ 1 കംപ്ലീറ്റ് ചെയ്തിട്ട് വെർഷൻ 2 ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. വെർഷൻ 1ന്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ ചൈനയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് വന്നത്, കൊറിയ 2, ഇന്ത്യ 3, അങ്ങനെ 45 മുതൽ 50ഓളം രാജ്യങ്ങളാണ് ഈ ബിസിനസ് ഉള്ളത്. കമ്പനിയുടെ സിഇഒ മിസ്റ്റർ ഹൊവാർഡ് യാൻ, അദ്ദേഹം 20-21 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഫിനാൻഷ്യൽ സെക്ടറിലുള്ളത്. പല കമ്പനികളുടെയും തലപ്പത്തിരുന്നിട്ടുണ്ട്. ഈ കമ്പനിയുടെ സിഇഒ ആണ്. അദ്ദേഹം ജനിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ എടുത്തത് എല്ലാം ഹോങ്കോങ്ങിലാണ്. സ്വദേശം അവിടെയാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ ആമസോണിൽ ചൈനീസ് ലാംഗ്വേജിലാണ്. അത് ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. അതിന്റെ റവന്യൂ മുഴുവനായിട്ട് അദ്ദേഹം ചാരിറ്റി വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നു. കമ്പനി അവാർഡ് വിന്നിംഗ് ആയിട്ടുള്ള ഓർഗനൈസേഷനാണ്. 2022 3 വ്യത്യസ്തമായ അവാർഡുകൾ കിട്ടി. ഫിൻടെക് ഇന്നോവേഷൻ അവാർഡ്, മോസ്റ്റ് ട്രസ്റ്റഡ് ആൽഗോറിതമിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം. സ്വന്തമായിട്ടൊരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്, അതിന്റെ പേര് ടൈറ്റൻ വെബ് ട്രേഡർ എന്നാണ്. ഇത് ഫോറക്സിലാണ് ആ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഉള്ളത്. ദെൻ ബെസ്റ്റ് ഇന്നോവേറ്റീവ് ഫോറക്സ് ബ്രോക്കർ അവാർഡ്. അപ്പം ബ്രോക്കർ എന്നുള്ള നിലയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രോക്കറാണ്. ലോകത്ത് നടത്തിയിട്ടുള്ള സെമിനാറുകൾ, എക്സ്പോകൾ, അവാർഡുകൾ. നമുക്ക് എക്സ്പോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 2022 സെപ്റ്റംബർ 25-26 തീയതികളിൽ ദുബായിൽ നടന്ന എക്സ്പോയിൽ നിന്നാണ് നമ്മൾ ഈ കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കുന്നത്. 450ഓളം കമ്പനികൾ പങ്കെടുത്ത ഈ എക്സ്പോ സ്പോൺസർ ചെയ്തത് ഈ കമ്പനിയാണ്. സെക്കൻഡ് എക്സ്പോ എന്ന് പറയുന്നത് ഇന്ത്യയിലാണ്. പ്രഗതി മൈതാൻ, ന്യൂഡൽഹി, മാർച്ച് 27, 28, 29 തീയതി 2023. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഇനാഗുറേറ്റ് ചെയ്ത പ്രോഗ്രാമാണ്. 400ഓളം കമ്പനികൾ പങ്കെടുത്തു. നിരവധി ആൾക്കാർ കേരളത്തിൽ നിന്ന് പോലും ഈ ഒരു പ്രോഗ്രാം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സെമിനാറാണ്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ അച്ചീവ്മെന്റിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ്. സ്റ്റാർട്ട് ചെയ്തത് ഇന്ത്യയിൽ നിന്നാണ്, ലുധിയാന, പഞ്ചാബ്. ഡേറ്റ് ഈസ് 23 ഏപ്രിൽ 2023. ദെൻ മെയ് 14, 2023 ദുബായ്. അതിനുശേഷം 16 ജൂലൈ 2023 സൗത്ത് ഇന്ത്യയിൽ ഗോവയിൽ വലിയൊരു ഹ്യൂജ് പ്രോഗ്രാം നടന്നു. ദെൻ ഫസ്റ്റ് ഇയർ ആയപ്പോഴത്തേക്ക് ഈ പ്രോഗ്രാമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് ഇയറിൽ ഒരു സെമിനാർ ബാങ്കോക്കിലാണ് നടന്നത്. തായ്ലൻഡിൽ ബാങ്കോക്കിലാണ് നടന്നത്. ഒരു ക്രൂയിസ് ട്രിപ്പ് ആയിരുന്നു. ദെൻ ഇന്തോനേഷ്യയിൽ ബാലി ഇന്തോനേഷ്യയിൽ ഒരു MOU സൈനിങ് പ്രോഗ്രാം. കാര്യം കമ്പനി അവരുടെ ഫോറക്സ് എന്നുള്ള രീതിയിൽ നിന്നും മറ്റൊരു സ്ട്രീമും കൂടെ സ്റ്റാർട്ട് ചെയ്തു. അതാണ് ക്രിപ്റ്റോയുമായി കണക്ട് ചെയ്തിട്ടുള്ള അവരുടെ ബിസിനസ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കമ്പനികളുമായിട്ടുള്ള സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ് എന്ന് പറയും. അവരുടെ MOU സൈനിങ് സെറമണിയാണ് നടന്നത്. പിന്നീട് നവംബർ 5, 2023 കഴിഞ്ഞ നവംബറിൽ ദുബായിൽ അറ്റ്ലാന്റിസ് ദ പാം എന്ന് പറഞ്ഞ ഹോട്ടലിൽ ഹ്യൂജ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം നടന്നു. സോ ബൈ ദ വേ, ദിസ് ഈസ് ദ എൻഡ് ഓഫ് ടൈറ്റൻ വെർഷൻ 1. അത് എൻഡ് ചെയ്ത 15 ജനുവരി 2024 എൻഡ് ചെയ്തത്. സോ നെക്സ്റ്റ് ഡേ, ദ ബിഗിനിങ് ഓഫ് ടൈറ്റൻ വെർഷൻ 2, 16 ജനുവരി 2024. ഈ പ്രോഗ്രാം പക്ഷേ അനൗൺസ് ചെയ്ത് പട്ടായയിൽ വെച്ചിട്ടാണ്, തായ്ലൻഡിൽ പട്ടായയിൽ വെച്ചിട്ട് 17 ഡിസംബറിന് അനൗൺസ് ചെയ്തു. ദെൻ ഈ പുതിയ വെർഷനിൽ ആദ്യത്തെ ഗാലക്സി ചലഞ്ച് സ്റ്റാർ അവാർഡ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തു. അത് മാർച്ച് 24, ഈ കഴിഞ്ഞ മാർച്ചിൽ ബാങ്കോക്കിൽ വെച്ചിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടന്നത്. കമ്പനി ലോകത്ത് നടക്കുന്ന എല്ലാ ബിസിനസ് എക്സ്പോകളിലും പരമാവധി പങ്കെടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതിൽ വരുന്ന ഒരു പ്രോഗ്രാം ഇതിനകത്ത് കഴിഞ്ഞതാണ്. 2 വരാൻ പോകുന്നതിൽ ഒരെണ്ണം അമേരിക്കയിലാണ്, ടെക്സാസിൽ, USA. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ബംഗളൂരു, ഇന്ത്യ. ഈ വർഷം അവസാനമാണ്.
മീഡിയ അവാർഡുകൾ കിട്ടിയിരിക്കുന്നതിൽ ഫിനാൻസ് മാഗസിൻ, ഗ്ലോബൽ ബ്രാൻഡ് മാഗസിൻ, പിന്നെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്, അവരുടെ ഒരു മീഡിയ ഇന്റർവ്യൂവിലേക്ക് ഈ കമ്പനി പങ്കെടുത്തിട്ടുണ്ട്. ടൈറ്റൻ ഫൗണ്ടേഷൻ എന്നുള്ള പേരിൽ സ്വന്തമായിട്ട് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നു, കുട്ടികളെ എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്യാണ്. കമ്പനിയിൽ രണ്ട് പ്രധാന ബിസിനസ്സുകളാണുള്ളത്. ഒന്ന് ഫോറക്സ് ട്രേഡിംഗ് ആണ്, ആക്ച്വൽ കറൻസികളുടെ ട്രേഡാണ് ഫോറക്സ് ട്രേഡിംഗ്. അതിൽ രണ്ട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഒന്നിന്റെ പേര് ഫയർഫോക്സ് ഡിപ്പാർട്ട്മെന്റ്, ഇമ്മാനുവൽ പീറ്റേഴ്സൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ഹെഡ് ചെയ്യുന്നത്, 21 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. സെക്കൻഡ് ഡിപ്പാർട്ട്മെന്റ് വൈസ് വിങ്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്, മിസ്റ്റർ ആന്റണി ജെഫേഴ്സൺ ഹെഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇവർ രണ്ടുപേരും പ്രത്യേകത എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഹ്യൂമൻ ഇന്ററാക്ഷനും കൂടെ ഒരേപോലെ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അവർ ഫോളോ ചെയ്യുന്നത്. പിന്നെ മോസ്റ്റ് മോഡേൺ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്, ക്വാണ്ടം ട്രേഡിംഗ് ടെക്നോളജി, ബിഗ് ഡാറ്റ അനാലിസിസ് പോലുള്ള ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. നല്ലൊരു റവന്യൂ അല്ലെങ്കിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ ക്രിപ്റ്റോ ഡിപ്പാർട്ട്മെന്റുകളാണ്. അതിലൊന്ന് ക്രിപ്റ്റോ ആർബിട്രേജ് ട്രേഡിംഗ് ഡിപ്പാർട്ട്മെന്റ്, മിച്ചൽ ആദംസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അതിന്റെ ഹെഡ് ട്രേഡർ. അവര് ആർബിട്രേജ് ട്രേഡിംഗ് എന്ന് വെച്ചാൽ, ആർബിട്രേജ് എന്ന് പറഞ്ഞ വാക്ക് കേൾക്കുമ്പോൾ സംതിങ് കണക്റ്റഡ് വിത്ത് സോഫ്റ്റ്വെയർ ആണ്, അതാണ് ആർബിട്രേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദർ ഈസ് ഹ്യൂമൻ ഇന്ററാക്ഷൻ, ബട്ട് കൂടുതലും അത് പിന്നെ സോഫ്റ്റ്വെയർ ആയിരിക്കും ചെയ്യുന്നത്. അതിൽ ബൈനാൻസിൽ ഇവരൊരു API കണക്ടിവിറ്റി വെച്ചിട്ട് ഒരു ട്രേഡിംഗ് സംവിധാനം ഇവർ ചെയ്യുന്നുണ്ട്. ഹൈലി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ദെൻ ടൈറ്റൻ ഫൈനാൻസ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവരുടെ കോൺട്രിബ്യൂഷൻ ആണ് ഈ ടൈറ്റൻ TTT എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസിയും അതിന്റെ എക്കോസിസ്റ്റവും. നമുക്ക് ലാസ്റ്റ് ഇതിലേക്കൊന്ന് പോകാം, ലാസ്റ്റ് ആ ഒരു സ്ലൈഡിലേക്ക് പോകാം. റോഡ് മാപ്പ് 2024 നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് Q3 കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഓഗസ്റ്റ് 18 ത്രൈവ് കാർഡിന്റെ ലോഞ്ചിങ് ഉണ്ട്. അതോടൊപ്പം തന്നെ സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ്, പുതിയ സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സിന്റെ അവരെ അപ്പോയിന്റ് ചെയ്യുന്നു. അവരുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നതും അവരെക്കുറിച്ച് നമ്മളോട് പറയുന്നതുമായിട്ടുള്ള ഈ പ്രോഗ്രാം, ഈ ഒരു ഓഗസ്റ്റ് 18 ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ആ പ്രോഗ്രാമിലാണ് ഹോങ്കോങ്ങിൽ. അതോടൊപ്പം തന്നെ 2-3 എക്സ്ചേഞ്ചുകളിൽ TTT ലിസ്റ്റ് ചെയ്യപ്പെടും. Q3 എൽ ബാങ്കിലും MEXC ഗ്ലോബലും. അതോടൊപ്പം തന്നെ Q3 അവസാന കാലഘട്ടങ്ങളിൽ UAE-ലും ഇന്ത്യയിലും ടൈറ്റൻ അക്കാഡമിയുടെ ഓഫീസും ഉണ്ടാവും. Q4 എന്ന് വെച്ചാൽ ഈ വർഷം അവസാനത്തോടുകൂടി 4-5 എക്സ്ചേഞ്ചുകളിൽ Gate.io, ഹൂബി എന്നീ 2 എക്സ്ചേഞ്ചുകളും കൂടി, ഇത് രണ്ടും ആദ്യത്തെ 5 റാങ്കിങ്ങിനുള്ളിൽ വരുന്ന എക്സ്ചേഞ്ചുകളാണ്. സോ ഇതാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന റോഡ് മാപ്പ്. ഗാലക്സി ചലഞ്ച് അവാർഡ് സെറമണി പ്രോഗ്രാം അത് നടക്കുന്നത് ഹോങ്കോങ്ങിലാണ്. 18 ഓഗസ്റ്റിലാണ്. അതിന്റെ കോൺടസ്റ്റ് പീരീഡിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കോൺടസ്റ്റ് എന്താണെന്നുള്ളത് നമ്മളുടെ വെബ്സൈറ്റിൽ പോവുക, അതിന്റെ അവിടെ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ക്രൈറ്റീരിയ ചോദിച്ച് മനസ്സിലാക്കുക. ക്വാളിഫൈ ചെയ്യണമെങ്കിൽ 4 ഡേ 3 നൈറ്റ്സ് പ്രോഗ്രാമിനുള്ള ടിക്കറ്റും അതിന്റെ സ്റ്റേയും കാര്യങ്ങളൊക്കെ കമ്പനി തരുന്നുണ്ടാവും. സോ ലാസ്റ്റ് സ്ലൈഡ്, ഡൂസ് ആൻഡ് ഡോൺസ്. ഈ ഒരു പ്രൊഡക്റ്റ് ആൻഡ് സർവീസിനെ കുറിച്ച് റിസർച്ച് ചെയ്തിരിക്കുന്നത് നല്ലതായിരിക്കും, പക്ഷെ നമ്മൾ സാധാരണ ഒരാളുടെ അടുത്ത് പോയി റിസർച്ച് ചെയ്യരുത്. ഈ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് വേണം റിസർച്ച് ചെയ്യാൻ. ഗോൾസ് അലൈൻമെന്റ്, പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാരില്ല, പക്ഷെ ആ പ്രശ്നങ്ങളെ സമർത്ഥമായിട്ട് ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ മിഡ് ടൈം, ഷോർട്ട് ടൈം, മിഡ് ടൈം അല്ലെങ്കിൽ ലോങ് ടൈം ഡ്രീമുകൾ ഉണ്ടായിരിക്കും, സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ നീഡുകൾ ഉണ്ടായിരിക്കും. അത് ഇതുമായിട്ട് അലൈൻ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കത് സാധ്യമാകുമോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഡൈവേഴ്സിഫിക്കേഷൻ, നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും പറ്റിയ ഒരു ഓപ്ഷനാണ് ഒരു ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വൈവിധ്യത. നിങ്ങളൊരു റെസ്റ്റോറൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടുന്ന് ഒട്ടും നിങ്ങൾക്ക് സമയമില്ല. അപ്പം 5 വർഷം കഴിയുമ്പോഴേ നിങ്ങളിപ്പം, ഞാൻ ഒരാളെ പരിചയപ്പെട്ട ആള് രാവിലെ എഴുന്നേറ്റ് പോകും ഈ റെസ്റ്റോറൻറ്റിൽ, രാത്രി 12 മണി 1 മണി കഴിഞ്ഞാലും അദ്ദേഹത്തിന് തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റുന്നില്ല. ഇനി കോടിക്കണക്കിന് രൂപ കിട്ടിയാലും എനിക്കത് ചെയ്യാൻ പറ്റില്ല, ഉള്ള കാര്യം പറയാം. അതായത് നമ്മുടെ ഫ്രീഡം അവിടെ പോകില്ലേ. അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ ആലോചിക്കാവുന്നതാണ്. 5 വർഷം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? എക്സിറ്റ് ചെയ്യും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു പ്രൊജക്റ്റാണ് ഈ ഒരു പ്രൊജക്റ്റ്. നിങ്ങൾ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ജോലിയോടൊപ്പം ചെയ്താൽ മതി. റിസ്ക് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ, റിസ്ക് ഇല്ലാത്തതായിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ലോകത്ത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എവറി ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ വേൾഡ് ഇറ്റ് ഈസ് റിസ്കി, ബട്ട് ഹെവി റിസ്ക് എടുക്കാൻ കഴിഞ്ഞാൽ ഹെവി പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള സാമാന്യമായ കാര്യങ്ങൾ നിങ്ങൾ. അപ്പോൾ അവിടെ നിങ്ങൾ പിന്നെ പുരയിടവും വീടും എല്ലാം കൂടെ കൊണ്ട് പണയപ്പെടുത്തി ഏതെങ്കിലും ഒരു പ്രത്യേകിച്ച് ഒരു സഹകരണ ബാങ്കിലെ കൊണ്ട് പണയപ്പെടുത്തിയിട്ട് അവിടെ നിന്നെല്ലാം കൂടെ പൈസ എടുത്ത് ഇതിനകത്തുകൊണ്ട് ഇടരുത്. അല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതായത് ഇത് മനസ്സിലാക്കണം, ഈ ടൂൾ എന്താണെന്ന് മനസ്സിലാക്കണം. ടൂൾ മനസ്സിലാക്കിയിട്ട് അതേ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ഡിസൈൻ ചെയ്ത് എടുക്കേണ്ടത്. അതിന് നമ്മൾ നിങ്ങളെ സഹായിക്കും. ഓക്കെ, ഹൗ ടു ഡിസൈൻ നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ്. അത് അപ്പം നമ്മുടെ പണി അതൊക്കെയാണ്. നമ്മൾ ഇത് എങ്ങനെയാണ് ഇവരെ പിന്നെ എങ്ങനെ കൂടുതൽ ഇതെടുക്കാം. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എക്സ്ചേഞ്ച് ലിസ്റ്റഡ് ആണ്, എക്സ്ചേഞ്ചിൽ ഈ കോയിൻ ലിസ്റ്റഡ് ആണ്. ലിക്വിഡിറ്റി ഈസ് വെരി സിമ്പിൾ. എവറി മന്തിൽ നിങ്ങൾക്ക് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റും.
ഓക്കെ. ലാസ്റ്റ് ഈസ് പ്രൊഫഷണൽ അഡ്വൈസ് എടുക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ചെയ്യുന്ന, നല്ല പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന